എൻ്റെ ഒരു കോളേജ് ജീവിത കാലത്താണ് ക്ലാസ്മേറ്റ്സ് സിനിമ പുറത്തിറങ്ങുന്നത്. അത് ഞാൻ 6 7 തവണ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. കാരണം ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ ഞങ്ങളുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ടാണ്, ഫാത്തിമ കോളേജുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ കഥാകൃത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ ജെയിംസ് ആൽബർട്ട് സാറ് ഫാത്തിമ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ കൊണ്ട് കാണിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഞങ്ങളെല്ലാവരും പോയി കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോയി കണ്ടു. അങ്ങനെ ഒരു 6 7 തവണ തിയേറ്ററിൽ പോയി പടം കണ്ടു. അപ്പോൾ അതിൽ എല്ലാ പാട്ടുകളും വലിയ ഇഷ്ടമാണ്. അതിൽ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് എല്ലാം നന്നായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അതിൽ കാത്തിരുന്ന വെണ്ണല്ലേ, അത് ആ കെമിസ്ട്രി ലാബിനകത്ത് രാത്രി ചാർജിന് ശേഷം പൃഥ്വിരാജും കാവ്യയും കൂടെ വന്ന് സുഖവും താരയും അവർ വന്നിങ്ങനെ ഇരുന്ന് അന്നത്തെ ദിവസം അവർ അവിടെ ക്യാമ്പസിനകത്തായി പോകുന്നു എന്നുള്ളതും, അപ്പം അത് ആ പാട്ടും അതിൻ്റെ ഒരു തുടക്കത്തിലുള്ളൊരു ഭാഗമുണ്ട്. അതെല്ലാം അത് തിയേറ്ററിലിരുന്ന് കാണുമ്പം വല്ലാത്തൊരു ഫീലായിരുന്നു. അതിപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതുപോലെ തന്നെയാണ് അതിൽ എൻ്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാര, അതും ഇഷ്ടമാണ്. പിന്നെ ഒരു ഇലക്ഷൻ സോങ് ഉണ്ട് അതിനകത്ത്, വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, അത് ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാമ്പസിൽ ഞങ്ങൾ പലപ്പോഴും ക്യാമ്പയിൻ്റെ ഇടയിൽ പറയാറുണ്ട്, നല്ല സഖാവിന് ഒരു വോട്ട് തരൂ, അതിനകത്ത് വരികളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഭയങ്കര ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്, ലാൽ ജോസ് സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ ആ സിനിമ അതിലെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ടതാണ്. ഈ പാട്ടുകളെല്ലാം പ്രത്യേകം ഓർത്തിരിക്കുന്നതാണ്. ഒരു ക്യാമ്പസ് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. പിന്നീട് അടുത്തിടയ്ക്ക് വേറൊരു പാട്ടിടയ്ക്കൊന്ന് എപ്പോഴും നാവിൽ തത്തി കളിക്കുമായിരുന്നു. അത് വിനീത് ശ്രീനിവാസൻ്റെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന സിനിമയ്ക്കകത്ത്, നമ്മുടെ നിഖിലാഭിമലെല്ലാം ഉള്ള സിനിമയ്ക്കകത്ത് റാസാത്തി എന്നെ വിട്ടു പോകാതെടി എന്നുള്ള പാട്ട്, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അത്തരം പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫാസ്റ്റ് നമ്പേഴ്സാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കുറച്ചില്ല മെലഡി പാട്ടുകളാണ്. പക്ഷേ എങ്കിലും പൊതുവേ ഫാസ്റ്റ് പാട്ടുകൾ കേട്ടാൽ ഞാൻ ഭയങ്കര എനർജറ്റിക് ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അത്തരം പാട്ടുകളെല്ലാം ഇട്ട് കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ തമിഴ് പാട്ടുകളിൽ പാക്കാതെ എന്നെ പാക്കാതെ എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പിന്നെ എൻ്റെ നെഞ്ചാകെ നീയല്ലേ, അമ്പിളിയിലെ പാട്ട്, ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഹരിവരാസനം ഒരു പ്രത്യേക സുഖമാണ് ഹരിവരാസനം കേൾക്കുമ്പോൾ. അത് പലപ്പോഴും മമ്മിക്കും വലിയ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പണ്ട് മമ്മിയും പപ്പായും കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഇവിടെ കൊല്ലത്ത് കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകരായിരുന്നു. കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിനോട് ചേർന്ന് സ്കൂളിൻ്റെ ഒരേ മതിലിൽ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. അതിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഞങ്ങൾക്ക് ഈ പാട്ട് അവിടെ കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരികമായ അടുപ്പം ഹരിവരാസനം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരാറുണ്ട്. അങ്ങനെ പല പാട്ടുകൾ. പിന്നെ വിപ്ലവ ഗാനങ്ങൾ കുറേയധികം ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചുവപ്പ് എന്ന് പറഞ്ഞ് സിത്താരയുടെ ഒരു പാട്ടുണ്ട്, സിത്താര കൃഷ്ണകുമാറിൻ്റെ. അതിൽ ചുവപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വളരെ രസകരമായിട്ടുള്ളൊരു വരികളാണ്. അത് നമ്മളെ വളരെ സ്വാധീനിക്കുന്ന വരികളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ചുവപ്പ് അതിങ്ങനെ കേൾക്കാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ ഇഷ്ടമുള്ള പാട്ട്. ഏതെങ്കിലും പാട്ട് കേട്ട് ഗായികയാവണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാ പാട്ട് കേൾക്കുമ്പോഴും തോന്നും ഗായികയായിരുന്നെങ്കിൽ ഇതൊക്കെ പാടായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഗായികയായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നെ ചെറുപ്പത്തിൽ മമ്മിയും പപ്പയും പാട്ട് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കാൻ മാഷ് വീട്ടിൽ വന്നു. അപ്പം എൻ്റെ തുടക്കമൊക്കെ പഠിപ്പിച്ച് തുടങ്ങി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ അതേ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെ പതിയെ പഠിപ്പിക്കണ്ട, എനിക്ക് പെട്ടെന്ന് പാടാൻ പറ്റുന്നൊരു പാട്ട് പഠിപ്പിക്കാമോ. അപ്പം മാഷ് പറഞ്ഞല്ല, ഇതിനൊരു രീതിയുണ്ട്, ഇങ്ങനെ ബേസിക്സ് പഠിച്ച് പോകണം. അപ്പോൾ പിന്നെ അത്രയും ക്ഷമയില്ലായിരുന്നു.
ഇങ്ങനെ ആ പരിശ്രമം പരാജയപ്പെട്ടു. മമ്മി ഇപ്പോഴും പറയും, സാറ് വന്നു, പരവൂരിൽ നിന്നായിരുന്നു ഒരു മാഷ് പഠിപ്പിക്കാൻ വന്നത്, വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അവർ നന്നായി പഠിച്ചു, അവരൊക്കെ നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ടിനോടൊപ്പം അഭിനയത്തിൽ താല്പര്യം ഉണ്ടോ? അല്ല, അഭിനയത്തിൽ അങ്ങനെയല്ല. എനിക്ക് പൊതുവെ കല എല്ലാം ഇഷ്ടമാണ്. സിനിമ, നാടകത്തിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുട്ടികളുടെ ഒരു സിനിമയ്ക്കകത്ത് നായികയായിട്ട് അഭിനയിച്ചു. അമ്മുവിൻ്റെ പിറന്നാൾ എന്നാണ് ആ സിനിമയുടെ പേര്. സിനിമ എന്ന് പറഞ്ഞാൽ ചെറിയ ദൈർഘ്യമുള്ളൊരു ഷോർട്ട് ഫിലിം. മുകേഷ് ഏട്ടൻ്റെ അച്ഛൻ ഓമാധവൻ സാർ അന്ന് കൊല്ലത്ത് ഒരു ക്യാമ്പ് നടത്തിയിരുന്നു, നാടക ക്യാമ്പും സിനിമാ കളരിയും എല്ലാം. അതിനകത്ത് സ്കൂളിൽ നിന്ന് പങ്കെടുക്കാൻ പോയപ്പോൾ എന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ അമ്മുവിൻ്റെ പിറന്നാളെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത്. അപ്പം അതെല്ലാം അങ്ങനെ. അതുപോലെ ഇതൊക്കെ പറയുമ്പോഴും കവിതകൾ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടമാണ് കവിതകൾ കേൾക്കാനായിട്ട്. അപ്പോൾ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരുപാട് കവിതകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, അത് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ക്യാമ്പസുകളിൽ എപ്പോഴും പാടിക്കൊണ്ട് നടന്ന കവിതകളാണ്. അതുപോലെ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ രക്തസാക്ഷി. യഥാർത്ഥത്തിൽ ഈ രക്തസാക്ഷി എന്ന കവിത സാറ് എഴുതി ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ CD സാറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം അത് പ്ലേ ചെയ്യുന്നത് ഞാനുമായിട്ട് യാത്ര ചെയ്യുന്നൊരു വാഹനത്തിനകത്ത് വെച്ചാണ്. മുരുകൻ കാട്ടാക്കട സാറുമായിട്ടൊരു കവിയരങ്ങ് പരിപാടി അദ്ദേഹവും കുരീപ്പുഴ മാഷും D വിനേന്ദ്രൻ മാഷും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സണാണ്. അപ്പം മുരുകൻ കാട്ടാക്കട സാറിനെ വിളിക്കാനായിട്ട് ഞാനും ജനറൽ സെക്രട്ടറി അരുൺ VK കൂടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ CD ആയിട്ടാണ് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ അദ്ദേഹം അധ്യാപകനാണ്, സ്കൂളിൻ്റെ പുറത്തേക്ക്. ഞങ്ങൾ അദ്ദേഹത്തെ കാറിൽ കയറ്റി പോകുന്ന സമയത്ത് മുരുകൻ സാറ് പറഞ്ഞു, ചിന്ത ഈ CD ഇതിനകത്ത് ഇടാൻ പറ്റുമോ, ഒന്ന് പ്ലേ ചെയ്യുമോ, എൻ്റെ പുതിയ കവിതയാണ്, ഞാനിതുവരെ റെക്കോർഡ് ചെയ്തതിന് ശേഷം കേട്ടില്ല, കൈ കിട്ടിയതേ ഉള്ളൂ, ഒന്ന് പ്ലേ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ അരുൺ VK കൈ കൊടുത്തു, VK അത് പ്ലേ ചെയ്തു. അപ്പോഴാണ് ഈ രക്തസാക്ഷി എന്നുള്ള കവിത. അപ്പോൾ സാറും ഞങ്ങളും കൂടാണ് ആദ്യം ഇത് കേൾക്കുന്നത്. ഇതിൻ്റെ ആദ്യ കേൾവിക്കാർ ഞങ്ങൾ 2 പേരുമാണ്, ഞാനും അരുൺ VK. അപ്പോഴേ ഞാൻ എന്നിട്ട് ഇത് പാട്ട് തീർന്നു, വീണ്ടും കവിത തീർന്നു, വീണ്ടും ഇടാൻ പറഞ്ഞു. ഞങ്ങളുടെ യാത്ര എത്തിച്ചേരുന്നത് വരെ എനിക്കൊന്ന് മലയങ്കീഴോ മറ്റോ ഒരു കോളേജിലായിരുന്നു കവിയരങ്ങ്, അവിടം വരെ ഞാനിത് കേട്ടോണ്ടിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മുരുകൻ സാറ് പറഞ്ഞു, ഇത് ചിലപ്പോൾ ഹിറ്റാവാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നത്. അപ്പോൾ അതിൽ വരികൾ, അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തുമായി, അങ്ങനെ തുടങ്ങുന്ന എനിക്ക് വരികൾ പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ ഓരോ ഭാഗവും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എന്താണ് പറയേണ്ടത്, ഒരു നമുക്ക് പരിചിതമായ ആ സമയത്തൊക്കെയാണ് ഞാൻ നേരിട്ട് അജയപ്രസാദിൻ്റെ രക്തസാക്ഷിത്വം കണ്ട് വന്ന സമയമാണ്. പ്രിയപ്പെട്ട അങ്ങനെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലിങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ആ കവിത ആദ്യം കേട്ടു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്.